ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തെല്ലാമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അല്ലേ? സതീശ മേനോൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസിന്റെ മാത്രമല്ല, എല്ലാ വർഗീയവാദികളുടെയും വിഷപ്പാമ്പുകളുടെയും മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന അടിമക്കൊങ്ങികളോട് പുച്ഛം മാത്രമാണ്. പുച്ഛം, സഹതാപം. നിങ്ങളൊക്കെ ഇത്രമാത്രം വലിയ അടിമകളായി പോയല്ലോ. എടാ, KPCC ജനറൽ സെക്രട്ടറിക്കാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കാത്തത്. KPCC ജനറൽ സെക്രട്ടറിക്ക് കിട്ടാത്ത, KSUവിന്റെ അധ്യക്ഷന് കിട്ടാത്ത, കോൺഗ്രസുകാർക്ക് കിട്ടാത്ത, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നേതാക്കൾക്ക് കിട്ടാത്ത അപ്പോയിന്റ്മെന്റ് ആണ് ശശികലയ്ക്ക് കിട്ടിയത്. ഇവർക്ക് കിട്ടാത്ത അപ്പോയിന്റ്മെന്റ് ആണ് ബാബുവിന് കിട്ടിയത്. ഇവർക്ക് കിട്ടാത്ത അപ്പോയിന്റ്മെന്റ് ആണ് വെള്ളാപ്പള്ളി നടേശന്റെ മകനും NDA ചെയർമാനുമായ വെള്ളാപ്പള്ളിയുടെ മകൻ, എന്താ ചങ്ങാതിയുടെ പേര്, തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയത്. ചിന്തിക്കണം നിങ്ങൾ. അപ്പോൾ എന്തൊക്കെയോ പുറകുവശത്ത് നടക്കുന്നുണ്ട്. ഒരു വലിയ അജണ്ടയുടെ പിന്നിലെ വിജയം തന്നെയാണ് ആ 102 സീറ്റ്. അല്ലാതെ എന്തിനാണ് കോൺഗ്രസ് ഇത്രമാത്രം BJPക്ക് അടിമപ്പെടുന്നത്? എന്തിനാണ് ഇത്രമാത്രം സതീശൻ BJPക്ക് അടിമപ്പെടുന്നത്? ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ കേട്ടു നോക്ക്. KSU അധ്യക്ഷൻ എന്താണ് പറയാനുള്ളത്, KPCC ജനറൽ സെക്രട്ടറിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അന്ന് ഞങ്ങളുടെ എതിർദിശയിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കൂട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി UDF ഭരിക്കുന്ന ഈ കാലഘട്ടത്തെ ഗവൺമെന്റ് ലീഡറായി കടന്നു വരുമ്പോൾ എൻ്റെ പ്രവർത്തകർ KS യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉയർത്തുന്ന വികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് എൻ്റെ രാഷ്ട്രീയം, ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിന്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തത് ഒരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. KSUവുമായി പോരാടി കായികമായിട്ട് ഇവരെ ആക്രമിച്ച ABVP BJPയുടെ വിദ്യാർത്ഥി സംഘടന, അവരുടെ ഒരു നേതാവിനെ ഗവൺമെന്റ് ലീഡറായി നിയമിക്കുന്നത് ആരാണ്? കോൺഗ്രസ് സർക്കാർ. സതീശ മേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കോൺഗ്രസ് സർക്കാർ കയറി അന്ന് മുതൽ 2 മാസമായിട്ടുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെയും എന്തിന്റെ പേരിലാണ് ഇവര് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? സംഘികളെ, BJPയെ, RSSനെ ഓരോ മേഖലകളിലും കുത്തിക്കയറ്റുകയാണ്. ഇപ്പോഴത്തെ വഖഫിന്റെ പ്രശ്നം നടക്കുന്നത്, അതൊക്കെ പിന്നീട് സംസാരിക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ഈ വിഷയം സംസാരിക്കാം. അപ്പോ ഇനി ഈ ചങ്ങാതി എന്താ പറയുന്നത്? ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു വാചകം ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണ് ആകേണ്ടത്. അദ്ദേഹം എല്ലാവർക്കും പ്രാപ്യനായ എല്ലാവരുടെയും മുഖ്യമന്ത്രി തന്നെയാണ് ആകേണ്ടത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് നല്ല സമീപനമാണ്. പക്ഷേ തുടർച്ചയായി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയ PM നിയാസ്, അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ബോധ്യം, കൺവിക്ഷൻ, അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സംഘപരിവാർ ബന്ധമുണ്ട് എന്നുള്ള പരാതി പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചപ്പോൾ, മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് അനുവദിച്ച് കിട്ടിയില്ല എന്നാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ KSUവിന്റെ പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇത് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സമാനമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് പരാതി പറയാൻ സമയം ചോദിച്ചപ്പോൾ ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ചും ഒരു KPCCയുടെ ജനറൽ സെക്രട്ടറി സമയം ചോദിക്കുന്നു, ആ സമയം അനുവദിച്ച് കിട്ടുന്നില്ല. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സമയം ചോദിക്കുന്നു, ഇതുവരെ സമയം അനുവദിച്ച് കിട്ടുന്നില്ല. തൊട്ട് മുമ്പ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബു, അദ്ദേഹം ഒരു വർഗീയ വിദ്വേഷ പരാമർശം നടത്തി അദ്ദേഹത്തിന് കേസെടുത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അനുഭാവപൂർവ്വം മുഖ്യമന്ത്രി കേട്ടു എന്നാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ സ്പിരിറ്റോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, RV ബാബുവിനും ശശികലയ്ക്കും പോലും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിക്ക് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിന് സമയം ചോദിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു, അതല്ലെങ്കിൽ അത് പ്രവർത്തകരെ നിരാശപ്പെടുത്തും. ഒരു മനുഷ്യൻ എല്ലാം നേടിയിട്ടും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്ന പോലെ ആത്യന്തികമായി കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ബലം കൂടിയാണ് ഈ VD സതീശൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാരായിക്കോ, നിങ്ങൾ CPMകാരായിക്കോ, നിങ്ങൾ BJPക്കാരായിക്കോ, പക്ഷെ രാഷ്ട്രീയത്തിൽ ആരെയും, ഒരു നേതാവിനെയും അന്ധമായിട്ട് അടിമകളാവാതിരിക്കുക. അന്ധമായിട്ട് അടിമത്വത്തിലേക്ക് നിങ്ങൾ വഴുതി വീഴരുത്. നമുക്ക് നമ്മുടെ നാടാണ് വലുത്. അത് പിണറായി സർക്കാർ ചെയ്താലും സതീശ മേനോൻ സർക്കാർ ചെയ്താലും നമ്മൾ അതിനോട് പ്രതികരിക്കുക തന്നെ ചെയ്യും, വിമർശിക്കുക തന്നെ ചെയ്യും. പക്ഷെ കയറിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഈ 2 മാസത്തിനുള്ളിൽ ഈ ചങ്ങാതി കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ എന്തെല്ലാമാണ്. ഓരോ വിഷയം എടുത്തു നോക്കിയാലും അത് സംഖ്യവൽക്കരണമാണ് നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രൻ അവൻ പറഞ്ഞു 35 സീറ്റ് കിട്ടിയ കേരളം BJP ഭരിക്കുന്നു. ഇവരെയൊക്കെ കണ്ടിട്ടാണ് അത് പറഞ്ഞത്. പക്ഷെ 35 സീറ്റ് കിട്ടാതെ 3 സീറ്റ് കിട്ടിയിട്ടും ഇന്ന് ഭരണം നിയന്ത്രിക്കുന്നത് BJP ആണ്. അത്തരണത്തിലേക്കാണ്. വെറുതെ അല്ല കോൺഗ്രസ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ തകർന്നടിഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ കുഴി സ്വയം കുഴിക്കുകയാണ്, ചുമ്മാ പറയുന്നതല്ല. നിങ്ങളൊന്ന് നോക്ക്, ശശികല 10 വർഷമായിട്ട്
മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ 7 അയലോകത്തേക്ക് വരാൻ ഭയന്നിരുന്ന ശശികലയും വർഗീയവാദിയായ ബാബുവും ടീമും വന്നു. അവർ അനുഭാവത്തോടു കൂടി, അതാ ബാബു പറഞ്ഞത്, മുഖ്യമന്ത്രി അനുഭാവത്തോടു കൂടിയിട്ട് എല്ലാം കേട്ടു, തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു, അറിയിച്ചു. ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി BJP-കാരനാണ്. ആള് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഷാൾ. അപ്പൊ അവർക്ക് ഓടി വന്നപ്പോ ഈ അടിമകൾ പറയുന്ന, അടിമ കൊങ്ങികൾ പറയുന്നുണ്ടല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ആർക്കും കാണാം, എന്നാ നിങ്ങളൊന്ന് പോയി കാണ്. KPCC ജനറൽ സെക്രട്ടറി ഷിയാസിന് കിട്ടാത്ത, KSUവിന്റെ അധ്യക്ഷന് കിട്ടാത്ത അപ്പോയിന്റ്മെന്റ് ശശികലക്ക് കിട്ടി. നിങ്ങൾ മനസ്സിലാക്കണം. വെള്ളാപ്പള്ളിയുടെ മകന് കിട്ടി, ബാബുവിന് കിട്ടി. നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾക്കും കിട്ടില്ല, കോൺഗ്രസ്സുകാർക്കും കിട്ടില്ല. പക്ഷെ വർഗീയവാദികൾക്കും ഫാസിസ്റ്റ് ശക്തികൾക്കും RSSകാർക്കും കിട്ടും. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി KC സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. നെറുകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമെങ്കിൽ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികളാണ്. സർക്കാർ അഭിഭാഷക നിയമനത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധമുണ്ട്. അതേസമയം ഹൈക്കോടതിയിലെ DP നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ വാദത്തെ തള്ളി ലോ കോളേജിലെ മുൻ KSU ചെയർപേഴ്സൺ. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന KSUവിനേറ്റ മുറിവാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു മുഖ്യമന്ത്രിയോടുള്ള നീരസം അറിയിച്ച് അപർണ K. പ്രസന്നൻ കുറിച്ചത്.